أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا نقر في الناقور فذلك يومئذ يوم عسير على الكافرين غير يسير. ذرني ومن خلقت وحيدا وجعلت له مالا ممدودا وبنين شهودا ومهدت له تمهيدا ثم يطمع أن أزيد. സദഖല്ലാഹുൽ അളീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുദ്ദസിറിൻ്റെ 8 മുതൽ 15 കൂടി ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫൈദാ നുഖിറ ഫിന്നാഖൂർ. ഫൈദാ നുഖിറ ഊതപ്പെട്ടാൽ, ഫിന്നാഖൂർ കാഹളത്തിൽ ഊതപ്പെട്ടാൽ, ഫദാലിക അപ്പോൾ അത്, യൗമൈദിൻ അന്നത്തെ ദിവസം, യൗമുൻ അസീർ വളരെ വിഷമം പിടിച്ച ദുർഘടമായ ഒരു ദിവസമായിരിക്കും. ഫദാലിക യൗമൈദിൻ യൗമുൻ അസീർ, അന്ന് ആ ദിവസം ഏറ്റവും ദുർഘടം പിടിച്ച, വളരെ വിഷമം പിടിച്ച ഒരു ദിവസമായിരിക്കും. അലൽ കാഫിരീന, സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം, ഗൈറു യസീർ ഒരു എളുപ്പവും ഒന്നുണ്ടാവില്ല. സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം ഒരു എളുപ്പമില്ലാത്ത ദിവസമായിരിക്കും. ധർണി നീ എന്നെ വിട്ടേക്കുക, അല്ലെങ്കിൽ എനിക്ക് വിട്ടേക്കുക. വമൻ ഖലഖതു ഞാൻ സൃഷ്ടിച്ചവനെയും, വഹീദ ഒറ്റക്ക്, ഞാൻ ഒറ്റക്ക് സൃഷ്ടിച്ചവൻ്റെ കാര്യവും എന്നെയും നീ അങ്ങ് വിട്ടേക്കുക, അല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് സൃഷ്ടിച്ചവൻ്റെ കാര്യം നീ എനിക്ക് വിട്ടേക്കുക. വജഅൽതു ലഹു ഞാൻ അവന് നൽകിയിട്ടുണ്ട്, മാലൻ ധനം, മംദൂദ അളവറ്റ ഇഷ്ടം പോലെ. വജഅൽതു ലഹു മാലൻ മംദൂദ ഞാൻ അവന് ഇഷ്ടം പോലെ ധനം നൽകിയിട്ടുണ്ട്. വബനീന ശുഹൂദ സാക്ഷികളായി അനവധി മക്കളെയും നൽകിയിട്ടുണ്ട്. വബനീന ഒരുപാട് മക്കളെയും, ശുഹൂദ സാക്ഷികളായും കൊണ്ട്, അഥവാ അടുത്ത് നിൽക്കുന്ന അവസ്ഥയിൽ. വമഹത്തു ലഹു തംഹീദ വമഹത്തു ലഹു ഞാൻ അവന് ഒരുക്കി കൊടുത്തിട്ടുണ്ട്, തംഹീദ ഒരുപാട് സൗകര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും ഞാൻ അവന് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. സുമ്മയത്തമഴു പിന്നെയും അവൻ ആഗ്രഹിക്കണം, അൻ അസീദ കൂടുതൽ കിട്ടുമോ എന്ന്, അധികം കിട്ടണമെന്ന് വീണ്ടും പിന്നെയും അവൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് വേണ്ടിയിട്ട് ക്ഷമ കൈക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. മാലിന്യങ്ങളും അതുപോലുള്ള എല്ലാം ഒഴിവാക്കി കൂടുതൽ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കാതെ അള്ളാഹുവിനോട് എല്ലാം ക്ഷമിച്ചുകൊണ്ട് നിലയുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകരോട് ആവശ്യപ്പെട്ടത്, പുതച്ചു മൂടി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ പരലോകത്ത്, അഥവാ ഈ ലോകാവസാനത്തിൽ, അവസാന സന്ദർഭങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് വിവരിക്കുന്നത്. ഫൈദ നുഖിറ ഫിന്നാഖൂർ. സൂർ എന്നതും നാഖൂർ എന്ന് പറഞ്ഞാൽ ഒരേ സാധനം. അതായത് കാഹളത്തിൽ ഊതപ്പെട്ടാൽ ലോകം അവസാനിക്കാനുള്ള ഊത്താണോ അതല്ല, പിന്നീട് ജീവജാലങ്ങൾ ഉണർന്നെണീക്കാനുള്ള ഊത്താണോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും കാഹളത്തിൽ ഏകദേശം 2 ഊത്തും ഒരുമിച്ച് നടക്കുന്ന സംഗതിയാണ്. ഈ രണ്ടാമത്തെ ഊത്തോട് കൂടിയിട്ടാണ് എല്ലാ
ജീവജാലങ്ങളും ഉണർന്നെണീക്കുന്നത്, പ്രത്യേകിച്ച് കാലകാലങ്ങളായിട്ട് ഖബറിടങ്ങളിൽ കഴിയുന്ന, അഥവാ നമ്മൾ മരിച്ച് മണ്ണിൻ്റെ ചുവട്ടിലായിപ്പോയ, അതില്ലെങ്കിൽ ദ്രവിച്ചു പോയ അവരുടെ എല്ലാം ആത്മാക്കൾ ആ ശരീരവുമായി ചേരുന്ന ഒരു ദിവസം. ഫദാലിക യൗമഇദിൻ യൗമുൻ അസീർ. അന്ന് വളരെ വിഷമം പിടിച്ച ദിവസമാണ്. അന്ന് വളരെ പ്രയാസമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഞാൻ രക്ഷപ്പെടുമോ, എൻ്റെ കാര്യം എന്തായിരിക്കുമെന്ന് പ്രവാചകന്മാർ വരെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം. അപ്പോൾ ആരെ സംബന്ധിച്ചിടത്തോളം അന്നൊരു എളുപ്പമുള്ള ദിവസമല്ല. പ്രത്യേകിച്ച് അലൽ കാഫിരീന ഗൈർ യസീർ. കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം ഒരു എളുപ്പം ഉണ്ടാവില്ല അന്ന്. കാരണം കാഫിറുകൾ ഇവിടെ വെച്ചിട്ട് പറയാറുണ്ടായിരുന്നു, ഞങ്ങൾക്ക് അഥവാ പരലോകം എന്ന് പറയുന്നൊരു ലോകം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് കൂടുതൽ മേന്മ അവിടെ കിട്ടും. പ്രത്യേകിച്ച് വലീദ് ബിൻ മുഗീറ പോലുള്ള ആൾക്കാർ കുറച്ചും കൂടി കടന്നു പറഞ്ഞിരുന്നു, പരലോകം ഉണ്ടെങ്കിൽ, സ്വർഗ്ഗം ഉണ്ടെങ്കിൽ അതിൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ വലിയ സീറ്റ് ഉണ്ടാവുക, മുഹമ്മദിനേക്കാൾ വലുത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അലൽ കാഫിരീന ഗൈർ യസീർ, അവർക്ക് ഒരു എളുപ്പം ഉണ്ടാവില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ അങ്ങനെ എളുപ്പം ആ ഒരു സംഗതി പറഞ്ഞിട്ടില്ല. അവർ ഇങ്ങോട്ട് കൊണ്ടൊരു ഈ വിചാരണ, എന്താ വിചാരണ നാൾ വരാത്തതെന്നൊന്നും പറഞ്ഞിട്ട് ഒച്ചപ്പാടുണ്ടാക്കുന്നില്ല. അതേപോലെ തന്നെ പരലോകത്ത് എത്തുന്ന സമയത്തും ഞങ്ങളുടെ വിചാരണ എളുപ്പം കഴിഞ്ഞാലും മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നത് സത്യനിഷേധികളാണ്. സത്യവിശ്വാസികൾ അവരുടെ ഊഴമെത്തുമ്പോൾ കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ട് കാത്തിരിക്കുന്നതാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത് ദർനി വമൻ ഖലഖതു വഹീദ, ഞാൻ ഒറ്റയ്ക്ക് സൃഷ്ടിച്ച അവൻ്റെ കാര്യം എനിക്ക് തന്നെ വിട്ടേക്ക്. ഇവിടെ വലീദ് ബിൻ മുഗീറയാണ് ഉദ്ദേശിച്ചതെന്ന് ഏകദേശം എല്ലാ പണ്ഡിതന്മാരും വ്യാഖ്യാതാക്കളും പറഞ്ഞിട്ടുണ്ട്. ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞത് സൃഷ്ടാവിനെയോ സൃഷ്ടിക്കോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ഒറ്റയ്ക്ക് സൃഷ്ടിച്ച ഈ ആളെ കൈകാര്യം ചെയ്യാൻ ഞാൻ മതി എന്ന രൂപത്തിലാണ് അള്ളാഹുവിനെയാണ് ഉദ്ദേശിച്ചത് എങ്കിൽ, അപ്പോൾ സൃഷ്ടിക്കുകയാണെങ്കിലോ ഇത് മറ്റൊരു നിലക്ക് ഏകനായ നിലയിൽ നാം അവനെ സൃഷ്ടിച്ചുവെന്നും ഈ സമ്പത്തോ സന്താനങ്ങളോ സഹായികളോ ഒന്നും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നും ഒറ്റയ്ക്കായിരുന്നുവെന്നും നമുക്ക് അർത്ഥം കൽപ്പിക്കാവുന്നതാണ്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സൃഷ്ടി, ആ സൃഷ്ടിയുടെ കാര്യത്തിൽ വിധി പറയേണ്ടത് അള്ളാഹുവാണ്. അതുകൊണ്ട് ഈ വലീദ് ബിൻ മുഗീറ എന്തൊക്കെ തരത്തിലുള്ള തോന്നിയാസങ്ങൾ കാണിച്ചാലും അവനെ വിട്ടേക്ക്, ഞാനാണ് അവനെ സൃഷ്ടിച്ചത്. വജഅൽതു ലഹു മാലം മംദൂദ, അളവറ്റ സ്വത്ത് അവന് നൽകിയിട്ടുണ്ട്. ഈ അളവറ്റ സ്വത്ത് എന്ന് പറയുന്നത് അവൻ്റെ സ്ഥലം മക്ക മുതൽ ത്വായിഫ് വരെയുള്ള സമ്പത്ത് മുഴുവൻ വലീദ് ബിൻ മുഗീറയുടേതായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒട്ടകങ്ങളും കുതിരകളും ആടുമാടുകളും ഫല വൃക്ഷ തോട്ടങ്ങളും എല്ലാമായിട്ട് ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഒക്കെ വരുമാനം ലഭിക്കുന്ന വലിയ വലിയ തോട്ടങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അളവറ്റ സ്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. ആ സ്വത്തിൻ്റെ ഉടമയായതുകൊണ്ടാണ് അയാൾക്ക് അഹങ്കാരം കൂടുന്നത്. അപ്പം അയാൾ നബിയെ വല്ലാതെ ശാസിക്കുകയും നബിയെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയൊക്കെ ചെയ്ത സമയത്ത് അള്ളാഹു പറയുന്നു വജഅൽതു ലഹു മാലം മംദൂദ, ഞാൻ ഇഷ്ടം പോലെ സ്വത്ത് ഞാൻ അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബനീന, അതുപോലെ തന്നെ കുറേ മക്കളെയും കൊടുത്തിട്ടുണ്ട്. 10 മക്കളുണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്നാണ് പറയുന്നത്. ആ മക്കളെയും നൽകിയിട്ട് ഷുഹൂദ, അവരൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിനോട് ഒട്ടി നോക്കി നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിലയുറപ്പിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പം അങ്ങനത്തെ അളവറ്റ സന്താനവും സമ്പത്തും അതൊക്കെ നോക്കി നടത്താനുള്ള മക്കളും അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിരുന്നു. വമഹത്തു ലഹു തംഹീദ, അതേപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും അദ്ദേഹത്തിന് നാം നൽകിയിരുന്നു. പടച്ച തമ്പുരാന് അദ്ദേഹത്തിന് വേണ്ടതെല്ലാം ഈ ലോകത്ത് ആവശ്യമുള്ള എല്ലാ സംഗതികളും അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിരുന്നു എന്നർത്ഥം. ഒരു കാര്യത്തിലും അദ്ദേഹത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതൊക്കെ കിട്ടിയതിൻ്റെ പേരിൽ അദ്ദേഹം ജീവിതത്തിൽ എപ്പോഴെങ്കിലും എനിക്ക് ആവശ്യമായിട്ടുണ്ട്, ആവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട് എന്ന രൂപത്തിൽ എപ്പോഴെങ്കിലും അദ്ദേഹം ഒരു നന്ദി സൂചകമായിട്ട് എന്തെങ്കിലും ഒരു പെരുമാറ്റമുണ്ടോ? ഇല്ല. സുമ്മയ്യത്തുമ്പോൾ അന്നസീദ്, വീണ്ടും വർദ്ധിച്ച് കിട്ടണം, വീണ്ടും കിട്ടണം എന്ന ചിന്തയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഒരിക്കലും അദ്ദേഹം സംതൃപ്തനായിരുന്നില്ല എന്നർത്ഥം.
ഈ ഐഹിക ജീവിതത്തിൽ തന്നെ കിട്ടിയത് മതിയായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അർത്ഥം. അതാണ് പരലോകത്ത് കൂടുതൽ കിട്ടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്, പരലോകമെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ആ സ്വർഗം സൃഷ്ടിക്കപ്പെട്ടത് എനിക്ക് വേണ്ടിയിട്ടായിരിക്കുമെന്ന് അയാൾ ആത്മഗതം ചെയ്യാറുണ്ട്. മാത്രമല്ല അദ്ദേഹം ഉറക്കെ പറയാറുണ്ടായിരുന്നു ആൾക്കാരോടൊക്കെ, സ്വർഗം ഉണ്ടെങ്കിൽ ആ സ്വർഗം എനിക്കാണ് കിട്ടുക. അത്രയും ധിക്കാരത്തോടു കൂടി തന്നെ അദ്ദേഹം സംസാരിച്ചു. കിട്ടിയതൊന്നും മതിയാവാത്ത രൂപത്തിൽ അളവറ്റ സ്വത്ത് അദ്ദേഹത്തിന് കിട്ടിയിട്ടും ഇനിയും കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. ആ ആളെ സംബന്ധിച്ചാണ് ഈ രൂപത്തിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് നടക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്ത്, അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു സ്വത്ത് മോഹമോ കാര്യമോ ഒന്നുമില്ല. അപ്പോൾ ആ വലീദിനെ തന്നെ അവർ, സത്യനിഷേധികളായ ആളുകൾ അവരുടെ പക്ഷം നിർത്തിയത് സ്വത്ത് കൊടുത്തിട്ടാണ്. ഒരുപാട് സ്വത്തുകൾ കൊടുത്തപ്പോൾ അദ്ദേഹം അതിനനുസരിച്ച് നിന്നു. അപ്പോൾ ആ സ്വത്ത് കൊണ്ട് മാത്രം കിട്ടിയാൽ മതിയാകുന്നില്ല, എന്നാൽ പോലും എത്ര കിട്ടിയാലും എത്രയും വീണ്ടും വീണ്ടും കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു വലീദ് ഇബ്നു മുഗീറ എന്ന് പറയുന്നത്. ലോകത്ത് അദ്ദേഹത്തിന് ഒന്നും നേടാൻ സാധിച്ചില്ല, പരലോകത്താകട്ടെ ശാശ്വതമായ നരകവും. റബ്ബ് സുബ്ഹാനഹു വ തആല ആ തരത്തിൽ ഭൗതികതയോട് അമിതമായ താല്പര്യം കാണിക്കുന്നവരിൽ ഉൾപ്പെടാതെ അള്ളാഹുവിൻ്റെ സ്വർഗം നമുക്ക് ലഭിക്കണമെന്ന് എല്ലാ സമയത്തും പ്രാർത്ഥിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമ്മളെല്ലാം സഹായിക്കട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.